നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാമിൻ യമാൽ എന്ന ഫുട്ബോൾ വിസ്മയം എന്താണെന്നും ഏതാണെന്നും മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ആഴ്സൺ വെങ്കർ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കലാണ്. ഇപ്പോൾ ലാമിൻ യമാലിൻ്റെ മികവിനെക്കുറിച്ച് നമ്മൾ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിന് താഴെ വൺ സീസൺ വണ്ടറല്ലേ, അടുത്ത സീസൺ കാണണം, പിന്നെ ഞങ്ങളുടെ മറ്റേ താരം അതെ അയാൾ തന്നെ, അയാളുമായിട്ടൊന്നും കമ്പയർ ചെയ്യല്ലേ, അത് വേറെ ലെവലാണ്, ഇതൊരിക്കലും അങ്ങോട്ടേക്ക് എത്തില്ല, ഒരിക്കലും എത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും ആഴ്സൺ വെങ്ങർ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. വെങ്ങർ ആരാണെന്ന് ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 45 കൊല്ലക്കാലം കോച്ചിങ്ങും മറ്റുമൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എങ്ങനെ ഒരു 17കാരന് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഴ്സൺ വെങ്കറുടെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, 45 വർഷക്കാലമായിട്ട് ഞാൻ കോച്ചായിട്ടുണ്ട്. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഒരു 17കാരന്, വെറും 17 വയസ്സുള്ള ഒരു പയ്യന് ഇവൻ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഓൾറെഡി 100-ലധികം മത്സരങ്ങൾ സീനിയർ കരിയറിൽ കളിക്കുന്നു, ടോപ്പ് ലെവലിൽ കളിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന്. ഈ ഏജിൽ സാധാരണ യൂഷ്വലി സ്ലോലി എങ്ങനെ നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നൊരു പ്രായമാണ് 17 വയസ്സ്. പക്ഷെ അപ്പോഴേക്കും അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് ഫുട്ബോൾ കളത്തിൽ അവൻ ഫൺ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഹി ലുക്സ് ലൈക്ക് ഹി എൻജോയ്സ് പ്ലേയിങ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇതിലെല്ലാം ഉണ്ട്. ഒരു 17കാരൻ, അത്ഭുതം തോന്നുന്നില്ലേ? വെറും 17 വയസ്സുള്ളൊരു പയ്യൻ ഈവൻ ഈ ചെയ്യുന്ന പോലെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത്രയും മെച്ചുവേർഡായിട്ടുള്ള പെർഫോമൻസ് അവൻ കളിക്കളത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇവൻ്റെ മഹത്വം മറ്റേതെങ്കിലും താരത്തെ വെച്ചുകൊണ്ട് ഇടിച്ചു താഴ്ത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ബ്ലൈൻഡ് ഫാൻസിനോട് നമ്മൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നതാണ് അതിനുള്ള മറുപടി. ഏതായാലും അവൻ്റെ ചില കണക്കുകൾ കൂടി നമ്മളൊന്ന് പറയുകയാണ്. ഈ ടോപ്പ് 5 ലീഗുകളിൽ ഈ സീസണിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ആരാ? മൂന്നാമത് മോസലയാണ് 26 എണ്ണം, രണ്ടാമത് മൈക്കൽ ഒലീസയാണ് 27 എണ്ണം, ഒന്നാമത് 17കാരൻ ലാമിൻ യമാലാണ് 28 എണ്ണം. ഇനി യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന അണ്ടർ 21 പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ലാമിൻ യമാലിൻ്റെ തൊട്ടടുത്ത് ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓപ്പോസിഷൻ ബോക്സിൽ ഏറ്റവും അധികം ടച്ചസ് നടത്തിയ അണ്ടർ 21 പ്ലെയർ ലാമിൻ യമാലാണ്, 239 എണ്ണം. ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്തത് യമാലാണ്, 238 എണ്ണം. ഏറ്റവും അധികം ടേക്ക് ഓൺസ് കംപ്ലീറ്റ് ചെയ്തത് യമാലാണ്, 142 എണ്ണം. ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് അണ്ടർ 21 പ്ലെയേഴ്സിൽ യമാലാണ്, 28 എണ്ണം. മോസ്റ്റ് ഗോൾസ് പ്ലസ് അസിസ്റ്റ്, ഗോൾ കോൺട്രിബ്യൂഷൻ അണ്ടർ 21 പ്ലെയേഴ്സിൽ യമാലാണ്, 19 എണ്ണം. മോസ്റ്റ് ആക്യുറേറ്റ് ത്രൂ ബോൾസ് യമാലാണ്, 14 എണ്ണം. മോസ്റ്റ് അസിസ്റ്റ് 12 എണ്ണം ലാമിൻ യമാലാണ് അക്കാര്യത്തിൽ ഒന്നാമത്. ആൻഡ് ഹീസ് ഓൺലി 17. അത് മറക്കേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.